അതൊക്കെ ദുരന്തബാധിത നേരിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലേ? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല ഇല്ല അത് വരെയല്ലേ അത് വരെയല്ലേ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത് താങ്കൾ തന്നെയും പ്രചരിപ്പിച്ചത് മന്ത്രി തന്നെയും പറഞ്ഞത് ഇവിടെയുള്ളത് വരെയാണ്, വിള്ളലല്ല. വരെയല്ലേ അത് വരെയല്ലേ അത് വരെയല്ലേ അത് വരെയല്ലേ പിന്നെന്താ വിള്ളലുണ്ടോ? വിള്ളലുണ്ട്. വെള്ളം ഒഴിച്ചതായിട്ട് വരും. നമ്മളൊരു വെള്ളം ഒഴിച്ച് നോക്കാം. പോയിട്ട് ഇതൊക്കെ എന്ത് പറയാണ്? ഇതെന്താ പ്രശ്നം? ഞാനും ചോദിക്കട്ടെ, അല്ല അല്ല ഒറ്റ മിനിറ്റ്, നിങ്ങളുടെ ആവശ്യം എന്താ? അതാണ് ഞാൻ വ്യാജപ്പെട്ടെന്ന് പറയുന്നത്. അല്ല എന്റെ സുഹൃത്തെ, ഇപ്പൊ നിങ്ങളുടെ ഒരു താല്പര്യത്തിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങളുടെ ആവശ്യം എന്താ? അല്ല കേക്ക്, നമ്മളൊരു ഒരു നല്ല രീതിയിൽ പോവാം. നിങ്ങളുടെ ആവശ്യം എന്താ? ഇല്ല ഇല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ അവരെ വിളിച്ചിട്ടാണോ ഒന്ന് ഇവിടെ ഇപ്പൊ വന്നത്? അല്ല ആദ്യമല്ല ഞാൻ ചോദിച്ചേ, ഇപ്പോ ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് അങ്ങനെ ഓരോരുത്തരും വിളിച്ചിട്ടാണ് ഓരോ വീടിന്റെ മുറ്റത്ത് പോകുന്നത്. അതെന്തുകൊണ്ടാ? ഒറ്റ മിനിറ്റ്, അതെന്തുകൊണ്ടാ? ഈ വീട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് കൊണ്ടാ? അല്ല അതിന്റെ അല്ല ഞാൻ ചോദിക്കണ്ടേ, നൗഫലാണോ പണിയെടുത്തുന്നത്? ഏത് അയാൾ പറഞ്ഞതിനടുത്ത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, താങ്കളുടെ ചോദ്യം കഴിഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോട്ടെ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരന്റെ സംസാരത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ഈ ഒറ്റ മിനിറ്റ്, അല്ല ദുരന്തബാധിതർ എല്ലാവരോടും സംസാരിക്കണം. അതൊക്കെ ദുരന്തബാധിത നേരിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലേ? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാനും പറഞ്ഞോട്ടെ. നിങ്ങൾ കുറെ നേരമല്ലോ, നിങ്ങളുടെ താല്പര്യം എന്താ? ഈ കോൺഗ്രസ്സുകാരനല്ലേ അദ്ദേഹം? ആണോ അല്ലേ? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ അല്ലേ? ദുരന്തബാധിത ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഈ പറയുന്ന വീടുകളൊക്കെ ഇവിടെ നടക്കുക, നാട്ടുകാർ മുഴുവൻ കാണാൻ വരുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട്. ഇത് പൂർണ്ണമായും കൈമാറിക്കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കൈമാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി? പിന്നെ ഇതിലെന്തില്ല? ഒരു സംസാരമില്ല. ഇതിപ്പോ കൺസെഷനിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ വരെയും വന്നിട്ട് ഓരോ ഉടമസ്ഥതൻ ഇങ്ങനെ പറയുന്നതിനെ വിളിച്ചു നോക്കേണ്ട ആളാ ഞാൻ. നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടാവും. അല്ല നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടാവും. ഓരോ മേഖലകളിലാണ് ഇനി എത്ര കൺസെഷൻ ഉണ്ടോ പറയോ? ഒന്ന് പറയും. ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത് ഒന്ന് പറ. അല്ല ഇനി അല്ല ഒറ്റ മിനിറ്റ് അല്ല നിങ്ങൾ വിരളി വിളിക്കല്ലേ? നിങ്ങൾ പറ, നമ്മൾ സൗഹൃദത്തിലല്ലേ? നിങ്ങൾ പറയട്ടെ. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല തിരിഞ്ഞൊക്കെ നോക്കാം. ഇനി ഞാൻ പറഞ്ഞോട്ട് കേൾക്കട്ടെ. ഒറ്റ മിനിറ്റ്. ഇനി ഈ വീടിന് എന്തൊക്കെ പണി നടക്കാനുണ്ടോ എന്ന് പറഞ്ഞുതരോ? അല്ല ഒറ്റ മിനിറ്റ് നിങ്ങളും പറ. അല്ല നിങ്ങൾ ഭയങ്കര നിർമ്മാണ വൈദഗ്ധ്യമുള്ള സംസാരമാണ്. പറയട്ടെ. അല്ല നിങ്ങൾക്ക് അറിയില്ല എന്ന് മനസ്സിലായി. അയാൾ പറയട്ടെ. രണ്ടാമത്തത് ഇപ്പം ഷ്രിങ്കേജ് ക്രാക്കേജ് ഉള്ളതുകൊണ്ട് ചോർച്ചയുള്ളത് അതിന്റെ മുകളിൽ സെക്കൻഡ് കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ. അതേ മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടോ? ഇനി വേറെ ഡിഫക്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. എന്നിട്ട് വേറെ ടെസ്റ്റ് നടത്തുമോ? 3 ടെസ്റ്റ് നടത്തൂലേ? ഒന്ന് ഇവിടെ ക്രാക്ക് വന്നു, ചോർന്നു. ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ഞാൻ സിവിൽ എഞ്ചിനീയർ അല്ലേ? നിങ്ങളെപ്പോലെയുള്ള ഈ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളല്ല ഞാൻ. ULCC സംസാരിച്ച അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നത്. പിന്നെ എന്റെ താല്പര്യം എന്താന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഈ പണി പൂർത്തീകരിച്ച് ഈ വീടുകളൊക്കെ കൊടുക്കണം. അതോടൊപ്പം അല്ല ഒറ്റ മിനിറ്റ് അതോടൊപ്പം ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയ
യൂത്ത് കോൺഗ്രസ്സുകാരെ ഈ സമൂഹത്തിന് മുമ്പിൽ നിങ്ങളൊന്ന് തുറന്നു കാണിക്കണം. ഈ താല്പര്യം, അതെ, ഈ വീട് പണി, ആ താല്പര്യം നിങ്ങൾ കൂടി കാണിക്കണം. അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. മറ്റത് നമുക്ക് ULCCയുടെ ഉദ്യോഗസ്ഥരോടോ സിവിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരോടോ ഇനി പിന്നെ മന്ത്രി തല സംഘത്തോടൊക്കെ നമുക്ക് ചോദിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല കഴിഞ്ഞത്. അതുകൊണ്ട് അതിന്റെ വൈദഗ്ധ്യമോ മറ്റൊന്നും അറിയില്ല. നിങ്ങളുടെ ഒക്കെ ഒരു വല്ലാത്ത വൈകാരികതയും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കുറച്ചുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി ഇടപെടാൻ നമുക്ക് പറയുകയും ചെയ്യാം. പോരെ? അതുപോലെ അത് പറഞ്ഞാൽ പോരെ? അത് മതി. കാരണം എന്താ പറയുക, നിങ്ങളുടെ ആവശ്യം എന്താ പറയുക?